ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മാങ്ങയിട്ട് വയ്ക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് ഫിഷ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് റെസിപ്പീസുണ്ട്, പല രീതിയിൽ വയ്ക്കുന്ന മീൻ കറികൾ. അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ മാങ്ങ ചേർത്ത് വയ്ക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. ഞാൻ ഒരു തേങ്ങയുടെ പകുതി, ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അധികം മുറ്റിപ്പോകാത്ത തേങ്ങ എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ പുളിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മാങ്ങയാണ്, ഒരു ചെറിയ സൈസ് മാങ്ങ. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസുകളായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് ചേർത്ത് കൊടുക്കാം.
ഇത് ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി വയ്ക്കാം. മറ്റു മീൻ പോലെ ഇത് ഇളക്കുമ്പോൾ പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് കുറവായിരുന്നു, ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു, എന്നിട്ട് മുളകും ഇട്ട് കൊടുത്തു. ഇനി ഈ ചെറിയ ഉള്ളി വറുത്തിടണം. ഈ കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.